അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഹൗസ് കീപ്പിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടിക്കറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ടിക്കറ്റ് ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടീസിൽ വരുന്ന മെയിൻ്റനൻസുകൾ, ഇപ്പോൾ എ സിയുടെ ഇഷ്യൂസോ അതല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റേസ് ടിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇപ്പോൾ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പുറത്ത് ഗാർഡനിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രൻസിലോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജനറലിന് കൊടുക്കാം. ഇനി അതല്ല ഏതെങ്കിലും ഒരു റൂമിലൊക്കെയാണ് നിങ്ങൾ ഇഷ്യൂ കാണുന്നതെങ്കിൽ റൂം സെലക്ട് ചെയ്യുക, അതിനുശേഷം എന്താണോ പ്രശ്നം അത് കൊടുക്കുക. അതേപോലെ കംപ്ലൈൻറ്റ് എ സി നോട്ട് വർക്കിംഗ് എന്ന് കൊടുക്കുന്നു. അത് മെയിൻ്റനൻസിൽ ഇപ്പോൾ ഇലക്ട്രിക്കലാണ് ആ ഒരു മെയിൻ്റനൻസ് സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്യുക. ആ ഒരു പ്രോബ്ലം എത്ര പെട്ടെന്ന് നിങ്ങൾ സോൾവ് ചെയ്യണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടി തന്നെ ഓൾറെഡി ഇലക്ട്രീഷ്യൻ ഉണ്ടാവും. അപ്പോൾ ആ ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല പുറത്തു നിന്നൊരാളെയാണ് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ ആ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എ സിക്ക് എന്താണ് ഇഷ്യൂ, റിമോട്ട് വർക്ക് ചെയ്യാത്തതാണോ അല്ലെങ്കിൽ കൂളിംഗ് ഇഷ്യൂ ആണോ, അതെന്താണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് കാണാൻ പറ്റും. ഇത് ജനറൽ മാനേജറിനും കാണാൻ പറ്റും. ഈ ഒരു നിങ്ങൾ ടിക്കറ്റ് റേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ്ലി ആപ്ലിക്കേഷൻ ത്രൂ ജനറൽ മാനേജറിന് മെസ്സേജ് പോയിട്ടുണ്ടാവും എ സി ഇന്ന റൂമിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ മാനേജർ ഇലക്ട്രീഷ്യൻ നിങ്ങൾ പ്രോപ്പർട്ടിയിൽ ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനെ ഇമ്മീഡിയറ്റ്ലി കോൺടാക്റ്റ് ചെയ്യും. ഇനി അതല്ല നിങ്ങൾ പുറത്തു നിന്നൊരാളെയാണ് വിളിക്കുന്നതെങ്കിൽ അയാളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് സോൾവ് ചെയ്യാം. ഈ ഒരു ഇലക്ട്രീഷ്യൻ വന്നു ഇത് നോക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വർക്ക് കഴിഞ്ഞു എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ റിസോൾവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് ക്ലോസ് ആയിക്കോളും. ഇനി നിങ്ങൾ പുറത്തു നിന്നൊരാളെ വിളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്ത നമ്മൾ പറയുന്നതായിരിക്കും. ഈ ഫിനാൻസ് ആൻഡ് കൺട്രോൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള എക്സ്പെൻസുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അടുത്ത സെക്ഷനിൽ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്യൂ റേസ് ചെയ്യുന്നതും അത് സോൾവ് ചെയ്യുന്നതും. പിന്നെയുള്ളത് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നിങ്ങൾ റേസ് ചെയ്യുന്ന ഈ ടിക്കറ്റുകൾ എത്ര ഫാസ്റ്റായിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ മന്ത്ലി ആണെങ്കിൽ ചെക്ക് ചെയ്യാനും അതിൻ്റെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൗൺ ടൈം ഹിസ്റ്ററിയിൽ ഇപ്പം നമ്മൾ ഓരോ റൂമിലും എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എത്ര വേഗത്തിൽ ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യണം എന്ന് നമുക്കിവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ലോഗ് ഡൗൺ ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു റൂം സെലക്ട് ചെയ്യുന്നു, അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു റിനോവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ കണ്ടു. അപ്പോൾ ഇതിൽ ഞാൻ 1 BH പ്രൈവറ്റ് പൂൾ വില്ലയിൽ ഒരു ഡാമേജ് കണ്ടു. ഞാൻ ഇന്നത്തെ ഡേറ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുകയാണ് ഇപ്പോൾ 22/07/2026 ഒരു ദിവസമാണ് ഇതിൽ ടൈം കൊടുത്തിട്ടുള്ളത്. ആ ടൈമിൽ എന്ത് ചെയ്യുക, ഇതിവർ സോൾവ് ചെയ്യണം. എന്നിട്ട് മാർക്ക് ഔട്ട് ഓഫ് ഓർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ റൂം മാർക്ക്ഡ് ഔട്ട് ഓഫ് ഓർഡർ, അതായത് പുതിയൊരാൾ ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിലേക്ക് ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റൂം ഡാമേജ്ഡ് ആണ്, അതുകൊണ്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ബുക്ക് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നോട്ടിഫിക്കേഷൻ അതിലുണ്ടായിരിക്കും. അപ്പോൾ ആ റൂം ഒരു കസ്റ്റമർക്കും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഡൗൺ ടൈം ഹിസ്റ്ററീസിൽ വന്നിട്ട് നിങ്ങളുടെ റൂമിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ SLA സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടിക്കറ്റ് റേസ് ചെയ്തിട്ട് എത്രത്തോളം ടൈമിനുള്ളിൽ നമ്മൾ ഓരോ SLA സെറ്റിങ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓരോ ടിക്കറ്റും റേസ് ചെയ്തിട്ട് എത്ര ടൈം കൊണ്ട് അത് സോൾവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സമ്മറി നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു കാര്യം കൂടി അതിൽ അസൈൻ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ അർജൻ്റ് ആയിട്ടുള്ളതും ഹൈ ആയിട്ടുള്ളതും മീഡിയം ആയിട്ടുള്ളതും ലോ ആയിട്ടുള്ളതും ഈ 4 കാറ്റഗറിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ കാറ്റഗറിക്കും ഇത്ര ഹവേഴ്സ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ലോ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ള ഒരു മെയിൻ്റനൻസ് ആണ് വരുന്നതെങ്കിൽ അടുത്ത 72 ഹവേഴ്സിനുള്ളിൽ നമ്മളത് സോൾവ് ചെയ്യണം. ഇനി മീഡിയം ആണെങ്കിലും 72 ഹവേഴ്സ് കൊടുക്കാം. ഇനി ഹൈ ആണെങ്കിൽ 24 ഹവേഴ്സ്, ഇനി അർജൻ്റ് ആണെങ്കിൽ ഒരു 4 ഹവേഴ്സ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിൽ എന്ത് ചെയ്യാം, SLA സെറ്റിങ്സിൽ ഓരോരുത്തർക്കും ഓരോ ഇത്ര ടൈം വെച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കറൻ്റ്ലി ആക്റ്റീവ് ഫോർ ദിസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ അത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ വരുന്നത് അസറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ അസറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അസറ്റുകളുണ്ട്. അതായത് ലാപ്ടോപ്പുകൾ, പിന്നെ ക്യാമറ, AC, ഇതൊക്കെ നിങ്ങളുടെ അസറ്റാണ്. ഓക്കെ. അതേപോലെ മറ്റ് എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ആഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ആ എക്യുപ്മെൻറ്റ് പേരും അത് ഏത് ടൈപ്പാണ് എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ്, ആ ഒരു എക്യുപ്മെൻറ്റ് ഗസ്റ്റിന് എത്രത്തോളം ഉപയോഗപ്പെടുന്നതാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് ഏത് ലൊക്കേഷൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞത് ഏത് റൂമിലാണ് അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് റൂമിലാണോ ആ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ ഇതിൽ കൊടുക്കാം. സീരിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടീൻ്റെ വാറണ്ടി എപ്പോഴാണോ എക്സ്പയർ ആകുന്നത് അതും നിങ്ങൾക്കിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ AC-ക്കൊക്കെ ചിലപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് എടുക്കുന്ന ചില ടീമുകളുണ്ടാവും. അപ്പോൾ അവർ AMC പ്രൊവൈഡർ ഉണ്ടെങ്കിൽ ആ ഒരു AMC പ്രൊവൈഡറുടെ പേരും അവരുടെ കോൺടാക്ട് നമ്പറും ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എപ്പോഴാണോ AMC എക്സ്പയർ ആകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്തിട്ട് ആഡ് എക്യുപ്മെൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് പോലെ ഈ ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തതുപോലെ ഇവിടെ നിങ്ങൾക്കത് വരുന്നത് കാണാം. അതിനിപ്പോൾ 2027 ഒക്ടോബർ വരെ അതിൻ്റെ AMC വാറണ്ടി വാലിഡ് ആണ്. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് അസറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ കാണാൻ പോകുന്നത് പൂൾ ഫെസിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ എത്രത്തോളം അറ്റാച്ച്ഡ് പൂൾ വരുന്ന റൂമുകളുണ്ടോ അതിൻ്റെയൊക്കെ PH വാല്യൂസ് നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൽ റീഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് 1 BH പ്രൈവറ്റ് പൂളാണ്. ആ ഒരു പൂൾ വില്ലയുടെ ഓരോ ദിവസത്തെയും ഇപ്പോൾ 7 days വെച്ചിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്യുക. ചില സ്ഥലങ്ങളിൽ ഡെയിലി ക്ലോറിൻ്റെതും ആൽക്കലൈൻ്റെതും PH-ൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നതായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡാറ്റാസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതിൽ ലോഗ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 1 BH പ്രൈവറ്റ് പൂൾ വില്ല സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ PH നമുക്കിതിൻ്റെ മുകളിൽ അതിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും വാല്യൂ എത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് PH വാല്യൂ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതേപോലെ ക്ലോറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-ൻ്റെയും 3-ൻ്റെയും ഇടയിൽ വരുന്ന രീതിയിലായിരിക്കണം വേണ്ടത്, അത് കൊടുക്കുക. പിന്നെ ആൽക്കലൈൻ്റെ അളവ് എത്രയാണോ അത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 BH-ൻ്റെ പൂൾ വില്ലയുടെ PH വാല്യൂം ക്ലോറിൻ്റെ വാല്യൂം ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഓരോ പൂൾ, ഇപ്പോൾ 2 BH-ൻ്റെ ആണ് 2 BH-ൻ്റെ കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അതേപോലെ ഇവിടെ വരുന്നതായിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാം. എക്സ്പോർട്ട് ലോഗ്സ് CSV എന്ന് പറയുന്ന ഫയലിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. ഓക്കെ.